വയനാട് ജില്ലയിലാണ് എടയ്ക്കൽ ഗുഹ ഉള്ളത്. ആ എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന അമ്പുകുത്തി മല എന്നൊക്കെ പറയപ്പെടുന്ന വലിയൊരു മലയുടെ മുകൾ ഭാഗത്താണ് ആ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. അവിടേക്ക് എത്തിപ്പെടുന്നതിൻ്റെ ഒരു വീഡിയോ ഫസ്റ്റ് പാർട്ടിലുണ്ട്, അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ടു. അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടാകും ഉള്ളിൽ, എടയ്ക്കൽ ഗുഹേൻ്റെ ഉള്ളിൽ സെക്യൂരിറ്റി ഉണ്ടാകും. പുള്ളിനോട് കാര്യങ്ങൾ ചോദിച്ചാൽ വ്യക്തമായിട്ട് ഫുള്ളായിട്ട് പറഞ്ഞുതരും ഹിസ്റ്ററി. അവിടെ കുത്തിവെച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല എന്താണെന്നുള്ളത്. അതൊക്കെ പച്ചപ്പ് പിടിച്ച പോലുണ്ട് ഇപ്പോൾ കാണുമ്പോൾ. അത് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, അതുകൊണ്ടായിരിക്കും ചിലപ്പം. പുള്ളിനോട് പറഞ്ഞാൽ അതൊക്കെ വ്യക്തമായി പറഞ്ഞ രാജവംശം, ഓരോരോ വംശങ്ങൾ, ഓരോരോ ഗ്രൂപ്പുകളെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മൂപ്പര് പറഞ്ഞു തരും. നമുക്ക് അതിൻ്റെ ഉള്ളിൽ എല്ലാ ഭാഗത്തേക്കും പോവാം. അവിടെ കുറച്ചും ഒരു സൈഡായിട്ടൊരു ഗ്യാപ്പുണ്ട്, താഴെ രണ്ട് മലകൾക്കിടയിൽ ഒരു ഗ്യാപ്പുണ്ട്. അവിടേക്കൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ അവിടെ കമ്പിയൊക്കെ ഇട്ടിട്ട് സേഫ്റ്റി ആക്കിയിട്ടുണ്ട് ആ ഭാഗങ്ങൾ. പിന്നെ വന്നിട്ട് ഈ ഭാഗത്ത് പിന്നെ വ്യൂ കാണുന്നുണ്ട്. ടോപ്പിലെത്തിയാൽ താഴേക്ക് നോക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് കാണാൻ പറ്റുന്നത്. നല്ല കാറ്റും. അവിടെ എന്തായാലും നമ്മൾ സ്പെൻഡ് ചെയ്യും കുറച്ച് നേരം. അത്രയും വലിയ കയറ്റം കയറി ആ ഭാഗത്ത് നിൽക്കുമ്പോൾ ഒരു റിലാക്സാണ്. താഴത്തെ വ്യൂ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ താഴെ ഭാഗത്ത് തന്നെ ഒരുപാട് ബിസിനസ്സുകളുണ്ട്. റോഡ് സൈഡിൽ ഓരോ ബിസിനസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആളുകൾ. പിന്നെ ഓരോ ഈ പാത്രങ്ങൾ, അതുപോലെ തേനുകൾ, നെല്ലിക്ക, മാങ്ങ ഉപ്പിലിട്ടത്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അവർ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ നിന്ന് രക്ഷപ്പെട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ വലിയ റിസ്ക്കാണ്. അവർ സാധനങ്ങൾ വാങ്ങാതെ വിടത്തില്ല. അങ്ങനെ നിർബന്ധിപ്പിച്ച് കസ്റ്റമറെ പിടിക്കാൻ നോക്കും. ഒരാളത് കഴിഞ്ഞ് നെക്സ്റ്റ് ഒരാളത്ത് നിന്ന് മേടിച്ചിട്ടുണ്ടാവും. അത് മേടിച്ച് അടുത്ത ആളിലേക്ക് പോകുമ്പോൾ അവരും വിളിച്ച് ഭയങ്കര ചില സമയത്ത് ടോർച്ചർ പോലെ തന്നെ അവരുടെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ. എന്നാലും എന്തെങ്കിലുമൊക്കെ മേടിച്ച് വരാണെന്നുണ്ടെങ്കിൽ കുരങ്ങുകളുണ്ടാവും തൊട്ടപ്പുറത്ത് പിന്നാലെ കൂടിയുകൊണ്ട്. അവരൊക്കെ വരുമ്പോൾ സേഫായിട്ട് പോകണം ആ ഭാഗത്ത് കൂടെയൊക്കെ വരുമ്പോൾ. പിന്നെ വന്നിട്ട് ഇറങ്ങാൻ വലിയ റിസ്ക്കായി തോന്നില്ല. ഇവിടെ നിന്ന് കയറുന്ന ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇറങ്ങുമ്പോൾ സുഖമായിട്ട് ഇറങ്ങിപ്പോകും.